മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ, രമേഷ് കോട്ടയം, പ്രമോദ് വെളിയനാട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് ജോക്കി. യുവാൻ കൃഷ്ണ, റിദാൻ കൃഷ്ണനാസ് ആൻഡ് അമ്മു അഭിരാമി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡോക്ടർ പ്രഗപാൽ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ജോക്കി. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് മേരി ക്രിസ്മസ്. ധ്യാന ഹമീദ്, കാർത്തിക് രാമകൃഷ്ണൻ, ജെയിംസ് ഏലിയാസ് ആൻഡ് ഹരിപ്രസാദ് ഗോപിനാഥൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ ജ്യോതി രചനയും സംവിധാനം നിർവഹിച്ച മൂവിയാണ് മേരി ക്രിസ്മസ്. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മാർച്ച് മാസം പകുതിയോടെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ധീരം. ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തിയൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരനെ കൂടാതെ ദിവ്യ പിള്ള, അജു വർഗീസ്, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പുള്ള്. റീന മറിയ, ജയപ്രകാശ് കുല്ലൂർ ആൻഡ് സന്തോഷ് സാറാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ കിളിക്കോടൻ, റിയാസ് റാസ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത മൂവിയാണ് പുള്ള്. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, അമീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ചിത്രമാണ് പ്രകമ്പനം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം റിലീസ് ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് ഖജുരാഹോ. 2025 ഡിസംബർ 5 റിലീസ് ചെയ്തൊരു അഡ്വഞ്ചർ മൂവിയാണ് ഖജുരാഹോ. സേതുവിന്റെ തിരക്കഥയിൽ മനോജ് വാസു സംവിധാനം ചെയ്ത മൂവിയാണ് ഖജുരാഹോ. ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൈന പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ് റോസ്ലിൻ. മീന, വിനീത്, സഞ്ജന ദീപു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നവാഗതനായ സുമേഷ് നന്ദകുമാറാണ് ഈ സീരീസിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിന്റെ രചനയിൽ ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ് സുബേദാർ. അനിൽ കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുരേഷ് ത്രിവേണി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് സുബേദാർ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 5 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ഓം ശാന്തി ശാന്തി ശാന്തിഹി. AR സജീവ് സംവിധാനം ചെയ്ത് തരുൺ ഭാസ്കർ, ഈഷ റബ്ബ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ഓം ശാന്തി ശാന്തി ശാന്തിഹി. ആഹാ OTT പ്ലാറ്റ്ഫോം വഴി ഇന്നു മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഗാന്ധി ടോക്സ്. വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു, ഹൈദരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കിഷോർ പാണ്ഡുലങ്ക് ബലേക്കർ സംവിധാനം ചെയ്തൊരു ഡാർക്ക് കോമഡി നിശബ്ദ ചിത്രമാണ് ഗാന്ധി ടോക്സ്. പണവും അഴിമതിയും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന സാധാരണക്കാരന്റെ കഥയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചിത്രം തിയേറ്ററിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. AR റഹ്മാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 6 മുതൽ C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഗ്രാനി. വടിയു കറാസി, ദിലീപൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജയകുമാര സംവിധാനം ചെയ്ത് ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഗ്രാനി. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തൻവി ദ ഗ്രേറ്റ്. അനുപം ഖേർ രചനയും സംവിധാനം നിർവഹിച്ച് അനുപം ഖേർ, ശുഭാംഗി ദത്ത്, പല്ലവി ജോഷി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് തൻവി ദ ഗ്രേറ്റ്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് സീരീസാണ് വിക്രം ഓൺ ഡ്യൂട്ടി. നിഖിൽ മാളിയേക്കൽ പ്രധാന വേഷത്തിലെത്തുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സീരീസാണ് വിക്രം ഓൺ ഡ്യൂട്ടി. മാർച്ച് 6 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ഡിയർ രതി. പ്രവീൺ കെ മണി സംവിധാനം ചെയ്ത് ശരവണ വിക്രം, ഹസിൽ, രാജേഷ് ബാലചന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയൊരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് ഡിയർ രതി.
സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.